നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു ലിഫ്റ്റ് വേണമല്ലോ. അങ്ങനെ കേറി പറ്റി നിനക്ക് എങ്ങോട്ട് പോണ്ടേ? അങ്ങനെ പ്രത്യേക സ്ഥലമൊന്നുമില്ല. എവിടെയെങ്കിലും ജനവാസ മേഖലയിൽ നിർത്തിയാൽ മതി. ഇവിടെ എവിടെയെങ്കിലും വീട് കിടന്നാൽ പോലും തിരിച്ചു നോക്കാൻ പോലും ആരും ഉണ്ടാവില്ല. പുതിയതാ ഇത്. ഹലോ കമല, നീ എന്തൊക്കെ കാണിക്കുന്നേ? അതെ, ലിഫ്റ്റ് വെച്ചാൽ ഒരുപാട് വണ്ടിക്ക് കൈ കാണിച്ചു. ഒരു ചട്ടകളും നിർത്തിയില്ല. ആശ മാത്രം നിർത്തിയത്. നല്ല കയറ്റി കിട്ടിയിട്ടുണ്ടല്ലേ? ചെറുതായിട്ട്. കമല, നീ എന്തൊക്കെ കാണിക്കുന്നേ? ഇതൊക്കെ ഒരു രസമില്ല ആശാനെ. എന്ത് പറ്റിയ ആശാനെ? എണ്ണയില്ലേ? എണ്ണയുടെ പ്രശ്നമല്ല, നീ ഒന്ന് ഇറങ്ങി. അയ്യോ, അതെന്താ ആശാനെ? ഇറങ്ങടാ. എന്താ ആശാനെ? ഇട, നിനക്ക് നാണമില്ലടാ. എനിക്ക് കുടിക്കില്ല എന്നൊരു കൊച്ചുകുഞ്ഞിന് സത്യം ചെയ്തു കൊടുത്തിട്ട്. കുട്ടികൾക്ക് എന്താ അറിയാ ആശാനെ? അവർക്ക് വിവരമില്ലാത്ത കൊണ്ട് കുട്ടികൾ പറയുന്ന പോലെ നമ്മൾ അഭിനയിക്കല്ലേ. കാമയും മൊയിലുമായിട്ട് കാട്ടിൽ ഓട്ട മത്സരം നടന്നിട്ടില്ല എന്ന് ആശാനും അറിയാം, എനിക്കും അറിയാം. എന്നാലും നമ്മൾ അവർക്ക് ആ കഥയല്ലേ പറഞ്ഞു കൊടുക്കുന്നേ. അതവരെ പറ്റിക്കാൻ വേണ്ടിട്ടാ? അല്ല, ബൈബിളോ ഗീതയോ ഖുറാനോ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് മനസ്സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മളെ മനസ്സന്തോഷത്തിന് അങ്ങ് ജീവിക്കും. That's all, Your Honor. ഇത് കുടിച്ചിട്ട് എന്ത് മനസ്സന്തോഷം കിട്ടുമെന്നാ? സന്തോഷം എന്ന് വെച്ചാ ദുഃഖമില്ലാത്ത അവസ്ഥ. ദുഃഖം എല്ലാം മറക്കാൻ ലോകത്തെ ഏറ്റവും നല്ല മരുന്ന് ആശാനെ മത്സ്യം. ഇപ്പൊ തന്നെ ആശാന ഏട്ടത്തേമ്മ ഇല്ല എന്നുള്ള ദുഃഖം. 2 പേക്ക് അടിച്ച ഫിറ്റ് ഇറങ്ങുന്ന വരെ എല്ലാം മറക്കാം. സുഖം. വിടാശാന ബാറിലേക്ക് 2 എണ്ണം വിഷയാവും. എടാ, ഇനി ആ സാധനം ഞാൻ ജീവിതത്തിൽ കൈകൊണ്ട് വിടില്ല. അതെന്താ ആശാനെ? നിന്റെ ഏട്ടത്തിയമ്മേ, എന്റെ ശാലിനെ ഞാൻ കണ്ടെത്തിയടാ. എപ്പോ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എവിടെ ആശാനെ? എവിടെ ഏട്ടത്തിയമ്മ? കളക്ടറാടാ. കളക്ടറാ? ഇവിടുത്തെ ജില്ലാ കളക്ടർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.